ഹായ്. ഇജ്ജാതി ലെവൽ പടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പടം. ക്യാമിയോന്റെ ഒക്കെ ഏറ് കളി. ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, ക്യാമിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ഇത്രയും ക്യാമിയോ എന്നുള്ളൊരു പടം വേറെ ഉണ്ടോ എന്നുള്ള ഡൗട്ടാണ്. കാരണം ക്യാമിയോന്റെ ഏറുകളിയാണ് നടക്കുന്നത്. എത്ര പേരാന്നറിയോ? നമ്മൾ കറക്റ്റ് പറയില്ലേ, ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു പറഞ്ഞ പോലെ ഡൊമിനിക് കരുണെ ഒരു പൂക്കാലം തന്നിട്ടുണ്ട്. ഡൊമിനിക് കരുൺ മാത്രമല്ല, ദുൽഖർ ആണെങ്കിലും അത്രയും പരിപാടിയാണ് ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അതിൻ്റെ എടുത്ത് പറയേണ്ടത് മോനെ നെസ്ലിൻ ആണെങ്കിലും, അതുപോലെ നമ്മുടെ കല്യാണി പ്രിയദർശനാണെങ്കിലും, ചന്തു ആണെങ്കിലും, പിന്നെ ക്യാമിയോ വന്നിട്ടുള്ള ഒരു പറ്റം ആളുകൾ 100% നിങ്ങൾ ത്രില്ലടിപ്പിക്കുന്ന ക്യാമിയോ ആണ്. വെറും ഞഞ്ഞാ ക്യാമിയോ ഒന്നുമല്ല, അതിന് ക്യാമിയോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് എല്ലാവർക്കും അതിൻ്റെ സ്പേസും ഉണ്ട്. 1-2 പേരെ വെറുതെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ആൻഡ് ഒരിക്കലും ഈ പടം നിങ്ങൾ കാണുമ്പോൾ, കാരണം ഇത് ലാസ്റ്റ് വരെ നിങ്ങൾ വീഡിയോ കണ്ടില്ലെങ്കിലും വിചാരിച്ചിട്ടാണ് തുടക്കത്തിൽ ഇത് പറയണത്, ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ ക്ലൈമാക്സ് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു എഴുത്തുണ്ട്, ആ എഴുത്ത് കാണിക്കും. അത് എണീറ്റ് പോരുത്. ഒരു കുറച്ച് പേരെ എഴുത്ത് കാണിച്ചിട്ട് ഒരാളെ കാണിക്കുന്നുണ്ട്. അമ്മോ, അസാസിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ ഒരു ക്യാരക്ടർ. അത് ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ആരെന്നും പറയുന്നില്ല, പറയാനിങ്ങനെ വെമ്പുന്നുണ്ട്, പക്ഷേ സ്പോയിലറായി പോകുന്നുള്ളതുകൊണ്ടാണ് ഒരാളെയും പറയാത്തത്. ആൻഡ് നമ്മുടെ മലയാള സിനിമയിൽ ഇന്നുള്ള യങ്സ്റ്റേഴ്സ് പ്ലസ് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണോ അവരൊക്കെ ഇതിലുണ്ട്. അതല്ലാതെ മൂത്തോൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അതിൽ പലരും പറയും, മൂപ്പര് പറയും, ആരാണ് ഈ മൂപ്പർ? എടാ, ഒരൊറ്റ ഡയലോഗ്, അത് ഡയലോഗിന് ജസ്റ്റ് ഒരു വാക്കുള്ളൂ, വേണ്ട എന്നുള്ള സാധനം പോലത്തെ ഒരു സാധനമാണ്. അത് തെലുങ്കിലാണോ പറയുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടില്ല. ആ സൗണ്ടിൽ നിങ്ങളെ പിടിക്കും, ഉറപ്പാണ്. ആ സൗണ്ടിൽ നിങ്ങൾ പിടിക്കും. സെക്കൻഡ് പാർട്ടിൽ പുള്ളിക്കാരൻ തീയോ ആയിരിക്കും, പക്ഷെ ആളെ കാണിക്കുന്നില്ല, ജസ്റ്റ് ആ വോയിസിലുണ്ട് ആരാണ് ആ മൂത്തോന്ന്. ഒന്ന് ആലോചിക്കുക. വേപ്പർ ഫിലിംസ് ആണ്, ദുൽഖർ സൽമാനാണ് പ്രസന്റ് ചെയ്യണത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്ന് ആലോചിക്കുക, അപ്പോൾ ഏകദേശം എനിക്ക് കിട്ടും. അത് ആ വോയിസിൽ നിങ്ങൾ പിടിച്ചാലായി എന്നേ പറയുള്ളൂ, ആളെ കാണിക്കണമെന്നില്ല. ബട്ട് ഒരു രക്ഷയില്ല. ഇനി നമ്മൾ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഹോളിവുഡ് ക്വാളിറ്റിയുള്ള സിനിമ മലയാളത്തിൽ വരുന്നു എന്നുള്ള അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ പറ്റുന്ന അതൊരു സിനിമയാണ് ഈ ലോക ചാപ്റ്റർ 1 ചന്ദ്ര തന്നെയാണ് സിനിമയിലെ പോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. ആൻഡ് എന്താണ് മുപ്പത്തിനെ കുറിച്ച് പറയേണ്ടത്? കല്യാണി പ്രിയദർശൻ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്, വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ്. ഒരു പക്ഷേ മലയാളത്തിൽ നായികമാരിൽ ഇത്ര ഗംഭീരമായിട്ടുള്ള ഇതുപോലത്തെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുള്ള നായിക ഉണ്ടോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് ഇതിൽ പുള്ളിക്കാരി ചെയ്തിട്ടുള്ളത്. അതുപോലെ നെസ്ലിൻ ഗംഭീരമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. പിന്നെ സിനിമയുടെ ഫ്രെയിംസ്, ഇതിലെ BGM, കളറിങ്, മ്യൂസിക്, അത് പാട്ടുകൾ, പിന്നെ പാട്ടിലെ വരികൾ, പുള്ളിക്കാരനെ കാണിക്കുമ്പോഴുള്ള BGM ഒക്കെ എന്താണ് എജ്ജാതി BGM ആണ്. എൻ്റെ അതിന് ശേഷം ലാസ്റ്റ് ഒരു സാധനം പറഞ്ഞല്ലോ, അത് എന്തൊരു BGM ആണ്. പിന്നെ ഇതിൽ വേറൊരു ക്യാമിയോ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്യാമിയോ. പുള്ളിക്കാരൻ ഫുൾ കോമഡി പോലത്തെ ഒരു സാധനം. ചാത്തൻ വേറെ ലെവലായിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ചാത്തൻ ഇങ്ങനെയാണ്, പക്ഷേ ചാത്തൻ്റെ ഒരു മാനറിസം ഉണ്ടല്ലോ, ആ കോമഡിയും കാര്യങ്ങളും അത് പിടിച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചില റിവീൽ ചെയ്യുന്ന രീതിയൊക്കെ തുടക്കം മുതൽ അവസാനം വരെ കറക്റ്റ്. നമുക്ക് ഈ നായകന്മാരും നടിമാരും നമ്മൾ നോക്കുന്ന ഈ ആളുകളും ആക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ മലയാളികളാണ് എന്ന് ഒഴിച്ചു നിർത്തിയാൽ മലയാളത്തിന് ഒരു ബന്ധമില്ല. ഡയലോഗ്സ് മലയാളമാണ്, നമ്മൾ കാണുന്ന മുഖം മലയാളികളുടേതാണ്. ദാറ്റ്സ് ഓൾ. അതിനപ്പുറത്ത് കംപ്ലീറ്റ്ലി ഒരു ഹോളിവുഡ് സിനിമ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കാണുന്ന പോലെയാണ് തോന്നുന്നത്. പക്ക ഒരു ഫാൻറ്റസി എലമെന്റ് സിനിമയെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സൂപ്പർ നാച്ചുറൽ പവർ എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ളൊരു കഥാപാത്രങ്ങൾ. ഇതിൽ ചന്ദ്ര എന്ന് പറഞ്ഞാൽ ആരാണെന്നൊക്കെ പിന്നീട് പറയുന്നുണ്ട്. അത് പ്ലസ് ഇതിലേക്ക് വരുന്ന ഈ പറഞ്ഞ ചാത്തൻ, ഇമാതിരി പരിപാടികളൊക്കെ ഇങ്ങനെ കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഡൊമിനിക് കരുണിൻ്റെ എഴുത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈലിൻ്റെയും ഒടുക്കത്തെ പെർഫെക്ഷൻ കൊണ്ടാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ. നിങ്ങൾ 100% ഈ സിനിമ കാണുക എന്നാണ് പറയാനുള്ളത്. ഇത് കണ്ടില്ല നിങ്ങൾക്ക് നഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഇത് കാത്തും ഓണം ഇവർ തൂക്കും. 5 ഭാഷകളിൽ ഇറങ്ങുന്നുണ്ട്, മറ്റുള്ള സ്ഥലങ്ങളിലെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. എന്തായാലും സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു നട്ടലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇത് കയ്യിൽ നിന്ന് പോകേണ്ട ഒരു സാധനമാണ്. ആ കയ്യിൽ നിന്ന് പോകേണ്ട സാധനത്തിന് കറക്റ്റായിട്ട് ഓരോ സ്ഥലത്തും ഇന്നത്തെ കാലത്ത് അതെങ്ങനെ ആകുമായിരുന്നു, അല്ലെങ്കിൽ ടെക്നോളജി വൈസ് അതെങ്ങനെ വരുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഈ മിത്ത് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇത്ര ഭംഗിയായിട്ട് പറയുമ്പോൾ ഭയങ്കര രസമാണ്.
മാത്രമല്ല നമുക്ക് അത്രയും അറിയുന്ന കഥാപാത്രങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഇതിലെ ചന്ദ്ര എന്ന് പറഞ്ഞാൽ ആരാന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോൾ പറയും. നമ്മൾ അവരെ കുറിച്ച് കേട്ടിരിക്കുന്ന, ചെറുപ്പം മുതൽ കേട്ടിരിക്കുന്ന കഥകൾ, ആ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ, ഈവൻ സീരിയൽസിൽ അടക്കം വന്നിട്ടുള്ള പല സീരിയലുകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല സാധനങ്ങളും വന്നിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളത്, പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ, അങ്ങനെയൊക്കെ നമ്മുടെ മുമ്പിലുള്ള ഒരു സാധനത്തിനെ ഒരൊറ്റ സിനിമ കൊണ്ട്, ഒരൊറ്റ ക്യാരക്ടർ കൊണ്ട് കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കാൻ പറ്റുക എന്നുള്ളത് അവരുടെ ബ്രില്യൻസ് തന്നെയാണ്. അതുപോലെ മേക്കിംഗ് സ്റ്റൈലും പറയണം. കാരണം പലതും കയ്യിൽ നിന്ന് പോകേണ്ട സാധനങ്ങളാണ്. അത് മലയാളീകരിക്കുമ്പോൾ നന്നായിട്ട് കയ്യിൽ നിന്ന് പോകേണ്ട സാധനങ്ങളാണ്. അതെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പെർഫെക്റ്റ് ആയിട്ട്. കാരണം അത് ഈ പറഞ്ഞ പോലെ ആ ഒരു സീൻ കാണിക്കുന്ന സമയത്ത് അതിൻ്റെ മ്യൂസിക്കോ ആ കാട്ടിക്കൂട്ടലോ പോയിട്ടുണ്ടെങ്കിൽ പോലും കയ്യിൽ നിന്ന് പോയിരുന്നു. പിന്നെ എടുത്തു പറയണം കല്യാണി പ്രിയദർശൻ്റെ ആക്ഷൻ സീക്വൻസുകൾ, എൻ്റെ അമ്മോ ഫൈറ്റ് എന്നൊക്കെ പറയണത് വേറെ ലെവൽ ഫൈറ്റ്. ക്ലൈമാക്സിലൊരു സാധനം, ഒരു ചാടി വരുന്നൊരു സാധനം ഉണ്ട് വില്ലൻ്റെ അടുത്തേക്ക്. അതൊക്കെ എന്താണെന്ന് അറിയാം. അയ്യോ, വില്ലൻ പറഞ്ഞപ്പോൾ സാൻഡി മാസ്റ്റർ. ഞാൻ ആദ്യം തുടക്കത്തിലും കണ്ടപ്പോൾ ലിയോയിലെ വില്ലനാണ് മലയാളത്തിൽ വരുന്നത്. അപ്പം അമ്മരി ക്യാരക്ടർ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചില്ല. അമ്മരി ക്യാരക്ടർ എന്നല്ല, അതുക്കും മേലെ നമ്മൾ വിചാരിച്ചതിൻ്റെ എക്സ്ട്രീം ലെവലാണ്. എന്താണോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആ സാധനം തന്നെയാണ്. ബട്ട് അതിൻ്റെ എക്സ്ട്രീം ലെവൽ മേക്കിംഗ് ആണ്. അങ്ങനെയാണ് അവർ നമ്മളെ മുമ്പിലേക്ക് ഇത് ഡെലിവർ ചെയ്തിട്ടുള്ളത്. സോ കണ്ട എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ? പിന്നെ പറയേണ്ടത് തുടക്കത്തിലുള്ള കുറച്ച് കഥാപാത്രങ്ങൾ, അതായത് കൊറിയൻ ഫീലൊക്കെ തോന്നുന്ന അങ്ങനത്തെ കുറച്ച് കഥാപാത്രങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഒരു പള്ളിയിലച്ഛൻ്റെ ക്യാരക്ടർ എന്നിട്ടുള്ള ഒരു ക്യാമിയോ ഉണ്ട്, അത് നൈസായിട്ടുണ്ട്. കുറച്ച് നേരെ ഉള്ളെങ്കിൽ പോലും നൈസായിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങളും ജെയ്ക്സ് ബിജോയ് കൊടുത്തിരിക്കുന്ന BGM വീണ്ടും എടുത്ത് പറയണം. സിനിമേൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് മാത്രമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ BGM കൊണ്ട് ഏറ്റവും ഉയർന്നൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാം 100% വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു സാധനം പോലും കുറവ് പറയാനില്ല. ഇതിൽ ഏറ്റവും എൻഡിൽ കുറച്ചും കൂടെ സെക്കൻഡ് പാർട്ടിലേക്ക്, ഇപ്പോൾ ചന്ദ്ര ചാപ്റ്റർ 1 ആണല്ലോ, സെക്കൻഡ് പാർട്ടിലേക്ക് എന്തെങ്കിലും ഒരു ത്രെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ ഉണ്ട്, ഇല്ല എന്നല്ല, ബട്ട് കറക്റ്റായിട്ട് അത് പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാവുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമേ എനിക്ക് സംഭവം തോന്നി. അതുപോലെ ഈ മൂത്തോൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വോയിസ് കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ താരിച്ച് കയറി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ഏതെങ്കിലും രീതിയിൽ ജസ്റ്റ് മുഖം മാത്രം ഒന്ന് കാണിച്ചിട്ടോ, അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഒരു എന്തെങ്കിലുമൊക്കെ അയാളുടെ കണ്ണ് മാത്രമോ, മുഖം കാണിച്ചാൽ മനസ്സിലായല്ലോ വിട്ടുപോയതാണ്, കണ്ണ് മാത്രമോ, ഇല്ലെങ്കിൽ അയാൾ ഡയലോഗ് പറയുമ്പോഴുള്ള ലിപ്പിൻ്റെ മൂവ്മെൻറ്റ് മാത്രമോ, അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായതിനെ. ഓരോ ക്യാമി വരുമ്പോഴും ഭയങ്കര വൻ ആവേശം, ആരോ ആയിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നിർബന്ധമായിട്ട് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ത്രില്ല് നിങ്ങൾക്ക് കിട്ടില്ല. ഇതല്ലാതെ ലാലേട്ടൻ്റെ പടം ഉണ്ട്, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. സോ വീണ്ടും പറയാനുള്ളതാണ്, തിയേറ്ററിൽ പോവുക, കാണുക, വർത്ത്. താങ്ക് യു. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ